കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഗ്രീറ്റിംഗ്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പതിയെ ജർമ്മൻ ലാംഗ്വേജിലെ സെന്റൻസ് മേക്കിംഗ്, അതുപോലെ ഈ സെന്റൻസ് മേക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, പിന്നെ ജർമ്മൻ ലാംഗ്വേജിൽ സെന്റൻസ് മേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജർമ്മൻ ലാംഗ്വേജിൽ സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ലാംഗ്വേജുകൾ, അതായത് ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും, അതുപോലെ നമ്മളുടെ മാതൃഭാഷ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. അതായത് ജർമ്മൻ ഭാഷയിൽ വരുന്ന സമയത്ത് എന്താണ് നമ്മളുടെ മലയാളത്തിൽ നിന്നും അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ഡിഫറൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ സെന്റൻസ് ഫോം ചെയ്യാൻ. ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ പ്രോപ്പറായിട്ട് സെന്റൻസ് ഫോർമേഷൻ പഠിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സബ്ജക്റ്റ് വെർബ് ഈ ഒരു പാറ്റേണിൽ ബൈഹേർട്ട് ചെയ്യാന്നല്ല, ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എനിക്കറിയുന്ന ആ ലാംഗ്വേജുമായിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഈ ജർമ്മൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അതിൻ്റെ സെന്റൻസ് ഫോർമേഷനിലുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷും മലയാളവും ഈ 3 ഭാഷകൾ തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ഈ 3 ഭാഷകളിലും സെന്റൻസ് എഴുതുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഡിഫറൻസ് ആണ് ഇതിൽ മൈന്യൂട്ട് ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയുന്ന സമയത്ത് ഐ ഗോ ടു ദ ചർച്ച്, ഐ ഗോ ടു ദ ചർച്ച് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ്, ഐ ഗോ ടു ദ ചർച്ച്, ഈ ഒരു സെയിം സെന്റൻസ് മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകുന്നു. ഓക്കെ, സോ ഐ ഗോ ടു ദ ചർച്ച്, അതുപോലെ ഞാൻ പള്ളിയിൽ പോകുന്നു. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് അതുപോലെ മലയാളം സെന്റൻസ് ആണ്. ഇനി ഈ ഒരു 2 ഭാഷ തന്നെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പോവുക എന്നുള്ള പ്രവൃത്തിയാണ് 2ലും വന്നിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ ഗോ എന്നുള്ള വാക്ക്, ഇതിൽ ഇംഗ്ലീഷിൽ ഗോ വന്നത് 2ാമത്തെ പൊസിഷനിലാണെങ്കിൽ മലയാളത്തിൽ വന്നിരിക്കുന്നത് ലാസ്റ്റ് പൊസിഷനിലാണ്. ഈ ഒരു കേസിൽ വന്നത് സെക്കൻഡ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് മലയാളം എഴുതുന്ന സമയത്ത് വന്നത് ലാസ്റ്റ് പൊസിഷനിലാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊരു അവെയർ ആവാതെ ആയിരിക്കും പഠിച്ചത്, കാരണം മലയാളം നമ്മളുടെ മാതൃഭാഷ ആയതുകൊണ്ട്. ഇനി ഇത് 3ഉം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇംഗ്ലീഷിൽ വരുന്നത് മലയാളത്തിൽ വരുന്നത്, ഇത് 2ഉം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ജർമ്മനിൽ സെന്റൻസ് വരിക എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്ക് ജർമ്മനിൽ ഈ ഒരു സെന്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇവിടെ കുറേ ആളുകൾ വന്നു. അതായത് ഐ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഗോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ടു എന്ന് പറയുന്ന വാക്ക്, ദ ചർച്ച് എന്ന് പറയുന്ന ഒരു വാക്ക്. അതായത് ഏകദേശം 4 കോമ്പണൻസ് ചേർന്നിട്ടാണ് ഐ ഗോ ടു ദ ചർച്ച് എന്നുള്ള സെന്റൻസ് ഇംഗ്ലീഷിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സെയിം പോലെ മലയാളത്തിൽ വരുന്ന സമയത്ത് ഞാൻ എന്നുള്ള വാക്കുണ്ട്, പള്ളി എന്ന് പറയുന്ന വാക്കുണ്ട്, അതിൻ്റെ കൂടെ ഇൽ എന്ന് പറയുന്ന വാക്ക് ചേർത്തിട്ടുണ്ട്, പോവുക എന്നുള്ള വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്ത് റൂളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കോമ്പണൻസ് അതിൽ വേണമെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആ സെന്റൻസിൽ കുറച്ച് കോമ്പണൻസ് വേണം. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ഏതൊരു ഭാഷ സംസാരിക്കുന്ന സമയത്തും, അത് ജർമ്മൻ എന്നല്ല ഏത് ഭാഷ സംസാരിക്കുന്ന സമയത്തും അവിടെ നിർബന്ധമായിട്ട് വരുന്ന 2 ആളുകളാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇതിപ്പോൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും, മലയാളത്തിലാണെങ്കിൽ കർത്താവ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമർ ടോപ്പിക്. ഇനി സെക്കൻഡ് വരുന്നതാണ് വെർബ്. ഓക്കെ, സോ സബ്ജക്റ്റ് അതുപോലെ വെർബ് ഇത് രണ്ടുമാണ് നമ്മളൊരു
സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണന്റ്, അതായത് സബ്ജക്റ്റും വെർബും ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ മുൻപ് എഴുതിയ ഐ ഗോ ടു ദ ചർച്ച് എന്ന് പറയുന്ന സെന്റൻസിലും സബ്ജക്റ്റ് വെർബ് ഉണ്ടായിരുന്നു. സെയിം പോലെ അതിന്റെ മലയാളം വന്ന സമയത്തും അതിലൊരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്: ഏത് ഭാഷയിൽ നിങ്ങളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ നിർബന്ധമായിട്ടും വരേണ്ട രണ്ട് ഫാക്ടേഴ്സ് ആണ് സബ്ജക്റ്റ് അതുപോലെ വെർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അതുപോലെ വെർബ് എന്താണെന്ന് അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇതെന്താന്നുള്ളത് അറിയണം. എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ് എന്നുള്ളത്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഏത് സെന്റൻസ് എടുക്കുന്ന സമയത്തും പല ആളുകളായിരിക്കും സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാനായിരിക്കും അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നേരെ മറിച്ച് അയാൾ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അയാളാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ മാത്രമല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഐ, യു, ദേ, വി എന്നൊക്കെ പറയുന്ന പല വാക്കുകൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് മനസ്സിലാക്കുക. ആരാണോ ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ, അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ചില സെന്റൻസിൽ സബ്ജക്റ്റ്, അതായത് പ്രവൃത്തി, ആക്റ്റീവായിട്ട് പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുന്ന സമയത്തും ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിലൊന്നും ശരിക്കും എന്തില്ല, ആക്റ്റീവായിട്ടൊരു പ്രവൃത്തി നടക്കുന്നില്ല. അതുപോലെ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ഒരാളില്ല. അപ്പൊ ഇത്തരം സെന്റൻസിൽ എന്താവും സബ്ജക്റ്റ്? അപ്പൊ നിങ്ങൾ ആ ഒരു എക്സെപ്ഷണൽ കേസ് കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ചില സെന്റൻസിൽ ആക്റ്റീവായിട്ട് പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അത്തരം സെന്റൻസിൽ എന്തിനെ കുറിച്ചാണോ ആ സെന്റൻസിൽ പറയുന്നത് അതായിരിക്കും അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കാൻ ഞാൻ ഇംഗ്ലീഷിലൊരു സെന്റൻസ് എഴുതുകയാണ്. ഐ ബൈ എ കാർ എന്ന് പറയുന്ന സെന്റൻസും ദ ഹൗസ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന മറ്റൊരു സെന്റൻസ്. ഓക്കെ, സോ മെയിൻ ആയിട്ട് രണ്ട് സെന്റൻസും ഐ ബൈ എ കാർ, ദ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് അതുപോലെ വെർബ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൽ സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. സോ ഐ ബൈ എ കാർ എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ട്. അവിടുത്തെ പ്രവൃത്തിയാണ് വാങ്ങിക്കുക അല്ലെങ്കിൽ ബൈ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്ത ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുക. അതായത് ഈ സെന്റൻസിൽ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് സബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രോപ്പർ ആയിട്ട്. വേറെ ഒന്നുമല്ല, ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആരാണോ ആ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്തത് അയാളാണ് സബ്ജക്റ്റ്. ഇനി ഞാൻ നിങ്ങളോട് സെക്കൻഡ് ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞു. അതായത് ചില സെന്റൻസിൽ ആക്റ്റീവ് ആയിട്ടുള്ള വെർബ് ഉണ്ടാവില്ല. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ഇപ്പൊ ദ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സെന്റൻസും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അവിടെയും സബ്ജക്റ്റും വെർബും ഉണ്ടാവും. ശരിക്കും ഈ സെന്റൻസിലെ വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. ഇതിലെ സബ്ജക്റ്റ് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബ്യൂട്ടിഫുൾ ആണോ ഹൗസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ. അതായത് അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളില്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഈ സെന്റൻസിൽ പറയുന്നത്? ദ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സെന്റൻസ് പറയുന്നത് ദ ഹൗസ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചാണ്. സോ ഇതാണ് ഈ കേസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ, ഇനി പ്രവൃത്തി ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ആ സെന്റൻസിൽ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. സോ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കൺസെപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വെർബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത്? വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ഇതിനെയാണ് വെർബ് എന്ന് പറയാം. ഓക്കെ, സോ മലയാളത്തിൽ ക്രിയ എന്നൊക്കെ പറയും. അപ്പൊ അതാണ് വെർബ് എന്ന് പറയുന്നത്. ഇപ്പൊ എഴുതിയ ഈ രണ്ട് എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ബൈ എ കാർ, ദ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇതിൽ വെർബ്സ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ വെർബ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വാങ്ങുക എന്ന് പറയുന്ന ബൈ എന്ന് പറയുന്ന വാക്കാണ് ഈ സെന്റൻസിലെ വെർബായിട്ട് വരുന്നത്. ഐ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നത്.
ഇനി ദ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ സെന്റൻസിൽ അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി കാണാൻ പറ്റുന്നില്ല ആ ഒരു സെന്റൻസിൽ. അതായത് കളിക്കുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, അങ്ങനത്തെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി ഒരു ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇംഗ്ലീഷിലെ ആം, ഈസ്, ആർ, അതുപോലെ വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ് ഈ വാക്കുകളൊക്കെ ശരിക്കും വെർബുകളുടെ കാറ്റഗറിയിലാണ്. അതായത് ആക്റ്റീവ് അല്ലാത്ത വെർബുകളാണ് ഇവരൊക്കെ. അപ്പൊ ഈ സെന്റൻസിൽ ശരിക്കും വെർബ് എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടുത്തെ വെർബായിട്ട് വരുന്നത്. ദ ഹൗസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ജർമ്മനിൽ സെന്റൻസ് ക്രിയേഷൻ ചെയ്യുന്നതിന്റെ മുൻപ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളും, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്കുമാണ് വെർബ് എന്ന് പറയാം. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെന്റൻസ് പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് ഐഡിയാസ് പ്രോപ്പർലി മനസ്സിലാക്കുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഈ ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടുകൂടി നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ സബ്ജക്റ്റും വെർബും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഓഫീസിലോട്ട് പോവാണെന്നുള്ളൊരു സെന്റൻസ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഓഫീസിലോട്ട് പോവാണ്, ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ട്, ഞാൻ, അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഓഫീസിലോട്ട് പോവുക എന്നുള്ളതാണ് അവിടുത്തെ എന്ത്, വെർബായിട്ട് വരുന്നത്. സോ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ സെന്റൻസിലും സബ്ജക്റ്റും വെർബും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക, എന്താണ് വെർബ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജർമ്മനിൽ എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് സബ്ജക്റ്റ് അതുപോലെ വെർബ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത്, എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ് എന്നുള്ള കൺസെപ്റ്റ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മളൊരു സ്റ്റെപ്പായിട്ടാണ് വന്നത്. ഈ ഒരു ജേണിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആദ്യം നമ്മൾ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ആ ഒരു സെന്റൻസിന്റെ വ്യത്യാസം നോക്കി. അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അതിന് ആവശ്യമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കി. ഇനി അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി, സബ്ജക്റ്റ് വെർബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എന്തിലോട്ട് വരുന്നത്, ജർമ്മനിൽ നിങ്ങൾക്ക് എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ജർമ്മനിൽ സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്. അപ്പൊ ഈ ഒരു മൂന്ന് ഭാഷകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം, ജർമ്മൻ, നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവുന്നതാണ്, ഈ സബ്ജക്റ്റ് എവിടെ കൊടുക്കണം അല്ലെങ്കിൽ വെർബ് എവിടെ പ്ലേസ് ചെയ്യണം. ഇത് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് നിങ്ങൾ ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ നിങ്ങൾ സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് റൂള് മെയിൻലി പഠിച്ചു വെക്കുക. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് വെർബിന്റെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ആവണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ. ഈ ഒരു റൂളാണ് ജർമ്മൻ ലാംഗ്വേജിൽ അൾട്ടിമേറ്റ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ജർമ്മൻ ഭാഷയിൽ വെർബിന്റെ പൊസിഷൻ വരേണ്ടത് സെക്കൻഡ് ആണ്. ഒരിക്കലും വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് എന്ന് ചേഞ്ച് ചെയ്യാൻ പാടില്ല. വെർബ് നിർബന്ധമായിട്ടും വരേണ്ടത് രണ്ടാമത്തെ പൊസിഷനിലാണ്. ഇതാണ് ജർമ്മൻ ലാംഗ്വേജിലെ അൾട്ടിമേറ്റ് റൂൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ജർമ്മനിൽ ഏത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും വെർബിന്റെ പൊസിഷൻ വരേണ്ടത് സെക്കൻഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മലയാളത്തിൽ പറയുന്ന ഒരു സെന്റൻസ്, ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചു, ഓക്കെ, അല്ലെങ്കിൽ കഴിക്കുന്നു. ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ ജർമ്മനിൽ എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിലെ വെർബ് ഏതാന്നുള്ളത് സ്പോട്ട് ചെയ്യണം. അതായത് അവിടുത്തെ പ്രവൃത്തി. സോ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ്, കഴിച്ചു അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ജർമ്മനിൽ എഴുതുന്ന സമയത്ത് എപ്പോഴും വരേണ്ടത് സെക്കൻഡ് ആണ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് റൂൾ. ഇപ്പൊ നമ്മളൊരു ഇംഗ്ലീഷിലെ എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നതെങ്കിൽ, ഇപ്പോ ഐ ടേക്ക് മൈ ബൈസൈക്കിൾ, ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ഐ ടേക്ക് മൈ ബൈസൈക്കിൾ. അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അവിടെ ഒരു വെർബ് ഉണ്ട്, പിന്നെ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സ്പോട്ട് ചെയ്യേണ്ട വെർബിനെയാണ്, അതാണ് ടേക്ക്.
ഓക്കെ, ഐ ടേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ജർമ്മനിൽ ഈ സെന്റൻസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് ആവണം. അപ്പൊ അൾട്ടിമേറ്റ് റൂൾ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ എപ്പോഴും മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യം ഇതാണ്, വെർബ് അല്ലെങ്കിൽ പ്രവൃത്തി എപ്പോഴും വരേണ്ടത് രണ്ടാമത്തെ പൊസിഷനിൽ വരണം. ഫോർ എക്സാമ്പിൾ, ഈ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന സെന്റൻസ് നിങ്ങൾ ജർമ്മനിൽ എഴുതുന്ന സമയത്ത് ഈ കഴിച്ചു എന്നുള്ള വാക്ക് രണ്ടാമത്തെ പൊസിഷനിലായിരിക്കും വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ എന്താണ്? രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ പൊസിഷനാണ്. ഓക്കെ, സബ്ജക്റ്റിന്റെ പൊസിഷൻ. സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എന്ന് പറയാം. അതായത് ഇവിടെ കഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത ആളാണ് ഞാൻ. അതേപോലെ ടേക്ക് മൈ ബൈസൈക്കിൾ, ടേക്ക് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത ആളാണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്കിന്റെ പൊസിഷൻ എവിടെ വരും? സബ്ജക്റ്റിന്റെ പൊസിഷൻ വരേണ്ടത് ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ. ഇതാണ് സബ്ജക്റ്റിന്റെ പൊസിഷൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ നിങ്ങളൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ജർമ്മൻ ഭാഷയിൽ വെർബിന്റെ പൊസിഷൻ സെക്കൻഡ്, അതിനൊരിക്കലും നിങ്ങൾ ലാസ്റ്റിലോട്ടോ ഫസ്റ്റിലോട്ടോ അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലോട്ടോ മാറ്റാൻ പാടില്ല. അത് എപ്പോഴും വരേണ്ടത് സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. പക്ഷെ സബ്ജക്റ്റിന്റെ പൊസിഷൻ വരേണ്ടത് ഒന്നുകിൽ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ. മോസ്റ്റ് ഓഫ് ദി കേസിലും ഫസ്റ്റ് പൊസിഷനിലായിരിക്കും വരിക. അപ്പൊ എന്തിനാണ് ഈ തേർഡ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇൻ കേസ് ഒരു വാക്കൊക്കെ ഇപ്പൊ ഫസ്റ്റ് പൊസിഷൻ എടുക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ tomorrow I go to meet my friend. Okay, tomorrow ശരിക്കും ഐ വിൽ ഗോ ടു മീറ്റ് മൈ ഫ്രണ്ട് എന്ന് വരണം. പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞുതരാം, ടുമോറോ ഐ ഗോ ടു മീറ്റ് മൈ ഫ്രണ്ട്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആള് ഐ ആണ്, ഇവിടുത്തെ പ്രവൃത്തി ഗോ അതുപോലെ മീറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റിന്റെ പൊസിഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഓൾറെഡി ഫസ്റ്റ് സ്പേസിൽ ആര് വന്നിട്ടുണ്ട്? ടുമോറോ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ, അതായത് ആരെങ്കിലും ഫസ്റ്റ് പൊസിഷനിൽ വേറെ വരികയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് തേർഡ് കൊടുക്കാം. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോ എന്ന് പറയുന്ന വെർബിന് ഒരിക്കലും സെക്കൻഡ് പൊസിഷനിൽ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആ പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരിക്കലും വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് എന്ന് മാറ്റാൻ പാടില്ല. സബ്ജക്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് വരാം. മോസ്റ്റ്ലി എപ്പോഴും സബ്ജക്ട് വരുന്ന ഫസ്റ്റ് ആയിരിക്കും. ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാവും സബ്ജക്റ്റിന്റെ പൊസിഷൻ തേർഡ് ആവുക. അപ്പൊ ഈ ഒരു സെന്റൻസുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പഠിച്ചു ജർമ്മൻ ലാംഗ്വേജിൽ സബ്ജക്റ്റിന്റെ പൊസിഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ്. അതായത് ഈ ഞാൻ എന്ന് പറയുന്ന വാക്ക് ഒന്നെങ്കിൽ ആദ്യം വരണം അല്ലെങ്കിൽ മൂന്നാമത് വരണം. ആദ്യമാവും മോസ്റ്റ്ലി വരിക. ആദ്യത്തെ പൊസിഷനിൽ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് അതിന് മൂന്നാമത്തോട്ട് കൊണ്ടുപോവുക. സെയിം പോലെ കഴിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പൊ അതെന്ത് ചെയ്യണം, എപ്പോഴും രണ്ടാമത്തെ പൊസിഷനിൽ വരണം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ള സെന്റൻസ് നിങ്ങൾ ജർമ്മനിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് എഴുതുന്ന ഒരു ഇല്ലോജിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ കഴിച്ചു ഭക്ഷണം എന്നായിരിക്കും. കാരണം അപ്പോഴേ എന്താവുള്ളൂ, ഞാൻ എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിലും വെർബായിട്ടുള്ള കഴിച്ചു എന്നുള്ളത് സെക്കൻഡും ഭക്ഷണം എന്നുള്ളത് തേർഡും വരുള്ളൂ. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലൊക്കെ ഒരു സെന്റൻസ് ഓർഡർ ഉണ്ട്. സെയിം പോലെ ജർമ്മനിലും ഒരു സെന്റൻസ് ഓർഡർ ഉണ്ട്. അവിടെ നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളുള്ളൂ. വെർബിന്റെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ആയിരിക്കും. സബ്ജക്റ്റ് ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതെങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഡെയിലി എത്രയോ സെന്റൻസ് പറയുന്നുണ്ടാവും. അത് പറയുന്ന സമയത്ത് നിങ്ങളത് ജർമ്മനിൽ പറയുന്ന പാറ്റേണിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാനാണ് അവിടുത്തെ സബ്ജക്റ്റ്, കഴിക്കുക എന്നുള്ളതാണ് വെർബ്. അപ്പൊ ജർമ്മനിൽ അത് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഞാൻ കഴിച്ചു ഭക്ഷണം എന്നായിരിക്കും. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ ഓഫീസിലോട്ട് പോകുന്നു. ആ സെന്റൻസ് ജർമ്മനിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഞാൻ പോകുന്നു
ഓഫീസിലോട്ട് എന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഫസ്റ്റ് വരണം, വെർബ് സെക്കൻഡ് വരണം. ഇനി നാളെ ഞാൻ എക്സാം എഴുതും എന്നുള്ള സെന്റൻസ് ആണെങ്കിൽ ജർമ്മനിൽ വരുന്ന സമയത്ത് എന്താവും, നാളെ എന്നുള്ള വാക്കാണ് ഫസ്റ്റ് വന്നത്, അപ്പൊ സബ്ജക്റ്റ് തേർഡ് പോകണം, വെർബ് സെക്കൻഡ് വരണം. സോ നാളെ എഴുതുന്നു ഞാൻ എക്സാം എന്നായിരിക്കും അത് നമ്മൾ ജർമ്മനിൽ എഴുതുന്ന സമയത്ത് വരിക. അപ്പൊ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈസി ആയിട്ട് നിങ്ങൾ എന്താണോ മലയാളത്തിൽ സംസാരിക്കുന്നത് അതൊന്ന് തിരിച്ചാലോചിച്ചാൽ മതി. അതായത് വെർബിനെ സെക്കൻഡ് പ്ലേസ് ചെയ്യാം, സബ്ജക്റ്റിനെ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് കൊടുത്ത് നോക്കുക. അതാണ് ജർമ്മനിലെ സെന്റൻസ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. നിങ്ങൾ നേരെ മറിച്ച് സബ്ജക്റ്റ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താന്നുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താ സബ്ജക്റ്റ് എന്നും എന്താ വെർബ് എന്നും എവിടെയാണ് സബ്ജക്റ്റിന്റെ പൊസിഷൻ എന്നും എവിടെ വെർബിന്റെ പൊസിഷൻ വരണം എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി പറയുന്ന ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ മലയാളത്തിലെ സെന്റൻസ് എന്ത് ചെയ്യുക, ഓക്കെ ജർമ്മനിൽ വരുന്ന സമയത്ത് സബ്ജക്റ്റ് ഫസ്റ്റ് വരണം, വെർബ് സെക്കൻഡ് വരണം, അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ആരെങ്കിലും വരികയാണെങ്കിൽ സബ്ജക്റ്റിന് തേർഡ് കൊടുത്ത് നോക്കണം. അപ്പൊ ഞാൻ പറയുന്ന സെന്റൻസിൽ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സെന്റൻസ് പോലും ഞാനിങ്ങനെ ആലോചിക്കണം. ഇപ്പൊ ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് അതില് ഞാൻ ആലോചിക്കുക, ഞാൻ എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിലാണ്, ആലോചിക്കുക എന്നുള്ള വെർബ് സെക്കൻഡ് ആണ്. അപ്പൊ അതിൽ ഞാൻ ചേഞ്ച് ഒന്നും വരുത്തണ്ട. നേരെ മറിച്ച് ഞാൻ സമയം നോക്കി എന്ന് പറയുന്ന ഒരു സെന്റൻസ് വരുന്ന സമയത്ത് ഞാനാണ് അവിടുത്തെ സബ്ജക്റ്റ്, നോക്കുക എന്നുള്ളതാണ് വെർബ്. അപ്പൊ അത് ജർമ്മനിൽ വരുന്ന സമയത്ത് ഞാൻ നോക്കി സമയം എന്നാണ് വരിക. കാരണം വെർബ് വരേണ്ടത് സെക്കൻഡ് പൊസിഷനിലാണ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ലോജിക്കാണ് നിങ്ങൾ സെന്റൻസ് ഫോർമേഷനിൽ ജർമ്മനിൽ മനസ്സിലാക്കേണ്ടത്. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഒരു പാറ്റേണിൽ പഠിക്കുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ജർമ്മനിലും സെന്റൻസിന്റെ ഓർഡറിൽ വരുന്ന ഡിഫറൻസ് നമ്മൾ പഠിച്ചു. അതായത് ജർമ്മൻ ലാംഗ്വേജ് എഴുതുമ്പോൾ എപ്പോഴും വെർബിന്റെ പൊസിഷൻ സെക്കൻഡ് എഴുതണം എന്നുള്ള. അപ്പോൾ കുറെ തിയറിറ്റിക്കൽ നോളജ് ആയി. ഇനി നമുക്ക് ഇത് പ്രാക്ടിക്കൽ ആയിട്ട് എടുക്കണം. എങ്ങനെ നിങ്ങൾക്ക് ജർമ്മനിൽ ഈ സെന്റൻസ് എഴുതാം? അപ്പൊ നമ്മൾ എക്സാമ്പിൾ എഴുതിയ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഐ ഗോ ടു ദ മാർക്കറ്റ്, ഇത്തരത്തിലുള്ള സെന്റൻസ് ജർമ്മനിൽ എങ്ങനെ എഴുതാം? അതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. വെർബ് സെക്കൻഡ് കൊടുക്കണം, സബ്ജക്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് പോകണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാം? അപ്പൊ ജർമ്മൻ ഭാഷയിൽ സെന്റൻസ് എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺജുഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഈ ഒരു ടേം ഞാൻ എന്തിനാ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ടാണ് ഈ ടേം എഴുതുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഫർദർ ആയിട്ട് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആയതുകൊണ്ട് എഴുതുന്നതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്ന ടേം. സോ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വേണ്ട നിർബന്ധമായിട്ടുള്ള രണ്ടാളുകളാണ് സബ്ജക്റ്റും വെർബും. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും. അപ്പൊ എന്താണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം, ജർമ്മൻ ലാംഗ്വേജിൽ ഇപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് വെർബ്, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ജക്റ്റും വെർബും ഉണ്ടെന്നെങ്കിൽ. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ കുറെ സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ, ഐ, നീ, യു എന്നൊക്കെ പറയുന്ന വാക്കുകൾ. സെയിം പോലെ വെർബുകൾ കഴിക്കുന്നു, എണീക്കുന്നു, ഉറങ്ങുന്നു, ക്ലാസ് എടുക്കുന്നു, ഇത്തരത്തിലുള്ള വെർബുകളുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിലെ ഓൾമോസ്റ്റ് വെർബുകളും അവസാനിക്കുന്നത് en എന്ന് പറയുന്ന എൻഡിങ്ങിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കാം. ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ വരുന്ന ഓൾമോസ്റ്റ് വെർബുകളും അവസാനിക്കുന്നത് en എന്ന് പറയുന്ന വാക്കിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺജുഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ്. അപ്പൊ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സബ്ജക്റ്റിനനുസരിച്ച് വെർബിന്റെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങൾ മാറും. ഇതിനാണ് കോൺജുഗേഷൻ എന്നുള്ളത് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫോം ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുക. സബ്ജക്റ്റിനനുസരിച്ച് വെർബിന്റെ അവസാനത്തെ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഐ കം ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സെന്റൻസ് ആണ് എഴുതുന്നതെങ്കിൽ ഐ കം ഫ്രം ഇന്ത്യ, ഈ സെന്റൻസിൽ ഓട്ടോമാറ്റിക്കലി ഒരു സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതാണ് ഐ. കം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ജർമ്മനിൽ മാറ്റുന്ന സമയത്ത് ഈ കോൺജുഗേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതായത് സബ്ജക്റ്റിനനുസരിച്ച് വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ മാറും. അപ്പൊ ഈ വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരം എന്ന് പറയുന്നത് ഏതാ?
en. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ജർമ്മൻ ഭാഷയിൽ ഓൾമോസ്റ്റ് എല്ലാ വെർബും അവസാനിക്കുന്നത് en എന്ന് പറയുന്ന വാക്കിലായിരിക്കും. ഇനിയിപ്പോൾ വേറെ സെന്റൻസ്, ഹി സ്പീക്സ് ജർമ്മൻ. ഹി സ്പീക്സ് ജർമ്മൻ എന്ന് പറയുന്ന സെന്റൻസ്. അപ്പോൾ ഈ ഒരു സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. വെർബാണ്, പ്രവൃത്തിയാണ് എന്ത്, സംസാരിക്കുക എന്നുള്ള സ്പീക്സ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് ഹി. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സെന്റൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി ആദ്യത്തെ സെന്റൻസിൽ വന്ന സബ്ജക്റ്റ് അല്ല രണ്ടാമത്തെ സെന്റൻസിൽ വന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് എന്നൊക്കെ പറയുന്നത് കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്ന ഏത് വാക്ക് വേണമെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിലെ സബ്ജക്റ്റുകൾക്കനുസരിച്ച് ഈ വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ മാറും. ഇതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങളും മോസ്റ്റ്ലി എന്തായിരിക്കും, en ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റ് ഐ വരുന്ന സമയത്ത് en മാറ്റിയിട്ട് നിങ്ങൾ വേറൊരു അക്ഷരമായിരിക്കും ചേർക്കേണ്ടത്. ഹി എന്നുള്ള സബ്ജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ en മാറ്റിയിട്ട് വേറൊരു അക്ഷരമായിരിക്കും ചേർക്കേണ്ടത്. ഈ ഒരു കൺസെപ്റ്റിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺജുഗേഷൻ വെച്ചിട്ടാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ സെന്റൻസ് ഫോർമേഷൻ പഠിക്കാൻ പോകുന്നത്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്താണ് കോൺജുഗേഷൻ എന്ന് മനസ്സിലാക്കുക. ഓരോ സബ്ജക്റ്റിനനുസരിച്ചും വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ ചേഞ്ച് ആവും. ഇതാണ് കോൺജുഗേഷൻ. ഇനി ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ കോൺജുഗേറ്റ് നിങ്ങൾക്ക് ജർമ്മനിൽ ചെയ്യാൻ പറ്റും. നമ്മൾ കോൺജുഗേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിലെ സബ്ജക്റ്റിനനുസരിച്ച്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിനനുസരിച്ച് വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ മാറും. ഇതിനാണ് കോൺജുഗേഷൻ എന്ന് പഠിച്ചു. ഇനി നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ജർമ്മനിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഇംഗ്ലീഷിലാവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സബ്ജക്ട്സ് മെയിൻ ആയിട്ട് വരുന്നതാണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ പറയുന്ന വാക്കുകൾ. മലയാളത്തിലാണെങ്കിൽ ഞാൻ, നീ, അവൻ, അവൾ, നമ്മൾ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പൊ ഇത്തരത്തിൽ ജർമ്മനിൽ വരുന്ന സബ്ജക്ട്സ് ഏതാന്നുള്ളതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. സോ അത് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുക. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്യുക. ഞാൻ ഓരോ സബ്ജക്ട്സ് ആയിട്ട് എഴുതരാം. ഇതിൻ്റെ ഉച്ചാരണവും നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരാം, അതുപോലെ അർത്ഥവും. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്യുക ഈ വാക്കുകളൊക്കെ. ഇത്രയും സബ്ജക്ട്സുകളാണ് നമുക്ക് ജർമ്മനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പെല്ലിംഗ് വരുന്ന ICH, വായിക്കുന്നത് ഇഷ്. ഇഷ് എന്നാണ് വായിക്കുക. ഇഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്ന അർത്ഥം, മലയാളത്തിൽ ഞാൻ എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, സോ ഇഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ഐ. അപ്പൊ ഐ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഏത് സെന്റൻസ് പറയുന്ന സമയത്തും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെയാണ്. ഐ ഗോ ടു ദ മാർക്കറ്റ്, ഐ ഡു മൈ ഹോംവർക്ക്, ഏത് വരുന്ന സമയത്തും ഇഷ് വെച്ചിട്ട് വേണം നിങ്ങളുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് വരുന്ന വാക്കാണ് ദു. ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം വരുന്നത് യു എന്നാണ്, മലയാളത്തിൽ അർത്ഥം വരുന്നത് നീ എന്നാണ്. ഞാനിവിടെ ബ്രാക്കറ്റിൽ ഇൻഫോർമൽ എന്ന് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇംഗ്ലീഷിൽ കുറേ യു ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനിയനോട് മാർക്കറ്റിൽ പോകുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ അവനോട് പറയുന്നത് യു ഗോ ടു ദ മാർക്കറ്റ് എന്നായിരിക്കും. സെയിം വേ ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്തായിരിക്കും, യു ഗോ ടു ദ മാർക്കറ്റ്. സോ അതിൽ ഇംഗ്ലീഷിൽ നീ എന്നുള്ളതിനും അല്ലെങ്കിൽ താങ്കൾ എന്നുള്ളതിനും ഒരേ വാക്കാണ് യു എന്ന് പറയുന്നത്. സോ ഇൻഫോർമൽ ആയിട്ട് നീ എന്ന് പറയുന്ന വാക്കാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത ദു എന്ന് പറയുന്നത്. ഇനി RZS, ഇതിലെ എർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹി എന്നും, സി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഷീ എന്നും, എസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് എന്നുമാണ്. സോ RZS മലയാളത്തിൽ അവൻ, അവൾ, അത്. ഓക്കെ, RZS ഹി, ഷീ, ഇറ്റ് എന്നുള്ള അർത്ഥം. ഇനി നെക്സ്റ്റ് വിയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ വി എന്ന് പറയുന്ന അർത്ഥം. ഇത് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ പ്ലൂരൽ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ വി എന്ന് പറയുന്ന സമയത്ത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളാണ്. സോ വിയർ, വി എന്നുള്ള അർത്ഥം അത് പ്ലൂരലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇയർ എന്ന് പറയുന്ന വാക്ക്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷിൽ യു എന്നുള്ള അർത്ഥമാണ്. ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഗൈസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. മലയാളത്തിൽ നിങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് പ്ലൂരലാണ്.
ഓക്കെ, അതും ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് കറക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ശരിക്കും ഇയറിന്റെ അർത്ഥം ഇംഗ്ലീഷിലും യു തന്നെയാണ് വരുന്നത്. യു ഗൈസ് എന്ന് എഴുതി വെക്കുക, അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ ഈസി ആവും. നിങ്ങൾ എന്നുള്ള അർത്ഥം, ഈ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ ആവും. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം. ആ നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഒരാളെ അല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളെയാണ്. അതുപോലെ വേറെ സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഞാൻ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഒരാളോടല്ല, നിങ്ങളോട് എല്ലാവരോടുമാണ് പറയുന്നത്. സോ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കാണ് ഇയർ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, യു ഗൈസ് ഡു ദ ഹോംവർക്ക് അല്ലെങ്കിൽ യു ഗൈസ് ഡു ദിസ് വർക്ക്. ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ യു ഗൈസ് എന്ന് പറയുന്ന വാക്കാണ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് യു ഗൈസ് നിങ്ങൾ പ്ലൂരൽ എന്ന് മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ സി, അതുപോലെ സ്മോൾ ലെറ്റർ സി. ഇതിൻ്റെ ക്യാപിറ്റൽ സിയുടെ അർത്ഥം വരുന്നത് യു എന്നുള്ളത് തന്നെയാണ് മലയാളത്തിൽ താങ്കൾ എന്നുള്ള വാക്ക്. ഓക്കെ, ഇത് ഫോർമലാണ്, അത് ഞാനിവിടെ ബ്രാക്കറ്റിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർമൽ യു എന്നുള്ളതാണ് ഈ ഒരു ക്യാപിറ്റൽ സിയുടെ അർത്ഥം വരുന്നത്. അതായത് ഈ ദു എന്ന് പറയുന്ന വാക്കിന്റെ ഫോർമൽ. ഇപ്പൊ ഞാൻ എൻ്റെ അനിയനോട് പറയുന്ന സമയത്ത് ഞാൻ ദു ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നീ മാർക്കറ്റിൽ പോന്ന് പറയുന്ന സമയത്ത് ദു എന്നുള്ളതാണ് യൂസ് ചെയ്യുക. കാരണം എന്താ, നീ, ദു. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഫാദറിനോട് പറയുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി, സി എന്നുള്ള സബ്ജക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. താങ്കൾ മാർക്കറ്റിൽ പോകും, അപ്പോൾ ആ സി എന്നുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫോർമൽ എന്നും ഇവിടെ ഫോർമൽ എന്നും എഴുതിയത്. സോ ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നുള്ള അർത്ഥം, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ. ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരാൾ നമ്മളുടെ ഏജിന്റെ താഴെയും ഒരാൾ നമ്മൾ ബഹുമാനം കൊടുക്കുന്ന ഏജിന്റെ മുകളിലുള്ള ആളുമാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു സ്മോൾ ലെറ്റർ സി ഉണ്ട്. അതിന്റെ അർത്ഥം വരുന്നത് ദേ എന്ന് പറയുന്ന അർത്ഥം, മലയാളത്തിൽ അവർ എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, ദേ എന്നാണ് അർത്ഥം വരുന്നത്, അവർ. ഇപ്പോൾ ദേ ഡു ദ ഹോംവർക്ക് അല്ലെങ്കിൽ ദേ ഷുഡ് മീറ്റ് മീ, അവരെന്നെ കാണണം. സോ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ പ്ലൂറലായിട്ട് ഒന്ന് കൂടുതൽ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ സി, ദേ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ജർമ്മനിൽ വരുന്ന സബ്ജക്ട്സ്. ഇഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നുള്ള അർത്ഥം, ദു യു എന്നുള്ള അർത്ഥം, എർസിയസ് ഹി ഷീറ്റ്, വിയർ വി, ഇയർ യു ഗൈസ്, ക്യാപിറ്റൽ സി യു, ഫോർമൽ ആയിട്ടുള്ളത് സ്മോൾ ലെറ്റർ സി, ദേ എന്നുള്ള അർത്ഥം. ഇനി ഇതിലിപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഡൗട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്, രണ്ട് പാർട്ടുകൾ ഉണ്ടാവും. ഒന്ന്, ഇതിൽ ദു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ യു ആണ്, ഇയർ എന്നുള്ളതിനും യു ആണ്, ക്യാപിറ്റൽ സി എന്നുള്ളതിനും യു ആണ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളുകളുമായിട്ട് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ, എൻ്റെ സിസ്റ്റർ, അതായത് യങ്ങർ സിസ്റ്റർ, അതുപോലെ എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഞാൻ ഈ നീ എന്നുള്ള ദു പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ യങ്ങർ സിസ്റ്ററിനെയാണ് ആലോചിക്കുന്നത്. കാരണം നീ അത് ചെയ്യ്. കാരണം ഞാൻ എൻ്റെ യങ്ങർ സിസ്റ്ററിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, നീ അത് ചെയ്യ്, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ എന്ന് പറയണത്, അതാണ് ദു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം ദു പഠിക്കാനായിട്ട്. നേരെ മറിച്ച് ഞാൻ സി പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഫാദറിനെ അല്ലെങ്കിൽ മദറിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുക. താങ്കൾ അത് ചെയ്യുക, അല്ലെങ്കിൽ താങ്കൾ എനിക്ക് കുറച്ച് വെള്ളം തരൂ, അല്ലെങ്കിൽ താങ്കൾ, ആ ഒരു താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വാക്കാണ് ഈ സി എന്ന് പറയുന്നത്. ഒരാളുള്ളൂ, പക്ഷെ ഫോർമൽ വേ, അതാണ് ക്യാപിറ്റൽ സി. ഇനി ഈ ഒരു ഇയർ എന്നുള്ള വാക്ക് വരുന്ന സമയത്ത്, ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എന്ത് ചെയ്യൂ, ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കാണ് ഇയർ. അപ്പം മൂന്നിൻ്റെ ഇംഗ്ലീഷ് അർത്ഥവും യു ആണ്, പക്ഷേ ജർമ്മനിലും മലയാളത്തിനും ഇതിന് ഡിഫറെൻറ്റ് വാക്കുകളുണ്ട് അല്ലെങ്കിൽ കണ്ടക്സ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഇൻഫോർമൽ ആയിട്ട്, അതായത് നിങ്ങളുടെ സിസ്റ്റർ അല്ലെങ്കിൽ യങ്ങർ ബ്രദറിനോടൊക്കെ യൂസ് ചെയ്യുന്ന യു അല്ലെങ്കിൽ നീ എന്നുള്ള വാക്കാണ്. ഇത് നിങ്ങൾ ഫാദറിനോട് അല്ലെങ്കിൽ മദറിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക റെസ്പെക്റ്റഡ് പൊസിഷനിൽ നിങ്ങൾ എന്താ പറയുക ഫോർമലി ഹാൻഡിൽ ചെയ്യുന്ന ആളുകളോട് യൂസ് ചെയ്യുന്ന താങ്കൾ അല്ലെങ്കിൽ യു എന്നുള്ള വാക്കാണ് സി വരുന്നത്. ഇയർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളോട് നിങ്ങളത് ചെയ്യൂ എന്ന് പറയുമ്പോൾ പറയുന്ന വാക്കാണ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ദുവും ക്യാപിറ്റൽ സിയും ഇയറും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ്, നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട് ഇതായിരിക്കും, ഇവിടെ ഒരു സ്മോൾ ലെറ്റർ സി ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ സി ഉണ്ട്, ഇവിടെ ഒരു
സ്മോൾ ലെറ്റർ സി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരു സെന്റൻസിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഇതും സി സ്മോൾ ലെറ്റർ ആണ്, ഇതും സ്മോൾ ലെറ്റർ സി ആണ്. ഇതിപ്പോൾ ഒരു സെന്റൻസിൽ വരുമ്പോൾ അത് ഷീ ആണോ ദേ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇതാവും നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ സി എന്ന് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ജർമ്മൻ പഠിച്ച ആൾക്കാർ ഓക്കെ ഞാൻ സി എന്നുള്ളതിന് ഷീന്നും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ദേ എന്നും പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഏതാവും ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതാണ് നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക ഒരു സെന്റൻസിൽ സി വരുന്ന സമയത്ത് അത് ഷീ ആണോ അല്ലെങ്കിൽ ദേ ആണോ എന്നുള്ളത്. ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അർത്ഥം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഇഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്, ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ്, അത് ഏത് യു ആണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺജുഗേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് സബ്ജക്റ്റിനനുസരിച്ച് വെർബിന്റെ അവസാനത്തെ 2 അക്ഷരങ്ങൾ മാറുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് കോൺജുഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെർബ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ജർമ്മനിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള വെർബാണ് കൊമൻ എന്ന് പറയുന്ന വെർബ്. കൊമൻ, ഇതിന്റെ അർത്ഥം വരുന്നത് ടു കം എന്നുള്ള അർത്ഥം, വരിക എന്നൊക്കെ പറയുന്ന അർത്ഥം, കൊമൻ. അപ്പൊ ഞാൻ നിങ്ങളോട് ആ ഒരു സമയത്ത് സൂചിപ്പിച്ചിരുന്നു, അതായത് ജർമ്മൻ ഭാഷയിലെ വെർബുകൾ മോസ്റ്റ്ലി എൻഡ് ചെയ്യുന്നത് EN എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിലായിരിക്കും. സോ സബ്ജക്റ്റിനനുസരിച്ച്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ഈ ഒരു വാക്കിന്റെ അവസാനത്തെ 2 അക്ഷരങ്ങൾ മാറും. ആ ഒരു കൺസെപ്റ്റ് ആണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ് എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഈ കൊമൻ എന്നുള്ള വാക്കിന്റെ EN മാറിയിട്ട് എന്താണ് വരിക, ഇതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള ആൻസർ കിട്ടും. അതായത് നിങ്ങൾ ഒരു സെന്റൻസ് കാണുന്ന സമയത്ത് സി വരുന്നുണ്ടെങ്കിൽ അത് ഷീ ആണോ ദേ ആണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അത് ഈ വെർബിന്റെ എൻഡിങ് നോക്കിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ കോൺജുഗേഷൻ പഠിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ടേബിൾ ഇനി നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണം. അതായത് ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മളുടെ വെർബിന്റെ അവസാനത്തെ 2 അക്ഷരമായിട്ടുള്ള EN മാറ്റിയിട്ട് നിങ്ങൾ ചേർക്കേണ്ടത് ഇ എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ്. അതായത് ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ കൊമൻ എന്ന് പറയുന്ന വെർബിന്റെ കൂടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഐ കം എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഈ EN എന്ന് പറയുന്ന എൻഡിങ് മാറ്റിയിട്ട് ഈ ചേർത്ത് കൊടുക്കുക. അതായത് ഇഷിന്റെ കൂടെ ഇത് വരുന്ന സമയത്ത് കൊമെ എന്നാവും, ഇഷ് കൊമെ. അതാവും ജർമ്മനിൽ ഐ കം എന്നതിന് വരിക. ഫോർ എക്സാമ്പിൾ ഇഷ് കൊമെ. സോ ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക EN എന്ന് പറയുന്ന എൻഡിങ് മാറ്റി ഈ ചേർത്ത് കൊടുക്കുക. ഇനി ദു എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ, അതായത് നീ അല്ലെങ്കിൽ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, EN മാറ്റിയിട്ട് ST ചേർത്ത് കൊടുക്കുക. അതായത് കൊമൻ എന്ന് പറയുന്ന വാക്കിന്റെ EN അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ST ചേർത്ത് കൊടുക്കുക. അതായത് ദു എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ വരുന്നത് എങ്ങനെ ആയിരിക്കും, ദു കോംസ്റ്റ്, ദു കോംസ്റ്റ്. അതിന്റെ അർത്ഥമാണ് നീ വരുന്നത്, അല്ലെങ്കിൽ യു കം എന്നുള്ള അർത്ഥം വരും. ഇനി എർസിയസ് ഈ ഒരു സബ്ജക്റ്റിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ENന്റെ പകരം നിങ്ങൾ ചേർക്കേണ്ടത് ടി എന്ന് പറയുന്ന എൻഡിങ് ആണ്. സോ എർസിയസ് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന എൻഡിങ് ആയിരിക്കും ENന്റെ പകരം ടി, അതായത് കോംറ്റ്, എർ കോംറ്റ്, സി കോംറ്റ് അല്ലെങ്കിൽ എസ് കോംറ്റ്. അവൻ വരുന്നത് അല്ലെങ്കിൽ ഹി കംസ് എന്നാണ് പറയുന്നതെങ്കിൽ എർ കോംറ്റ്, ഷീ കംസ് എന്നാകുമ്പോൾ സി കോംറ്റ്, ഇറ്റ് കംസ് ആണെങ്കിൽ എസ് കോംറ്റ്. ഓക്കെ. സോ ഇഷ് എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ EN മാറ്റുക, ഇ ചേർക്കുക. ദു എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ EN മാറ്റുക, ST ചേർക്കുക. എർസിയസ് എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ EN മാറ്റുക, ടി ചേർക്കുക. ഇനി വിയർ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമല്ല, EN മാറിയിട്ട് EN തന്നെയാണ് വരുന്നത്. അതായത് വെർബ് സെയിം പോലെ എഴുതി വെച്ചാൽ മതി. വിന്റെ കൂടെ വരുന്ന സമയത്ത് വിയർ കോമൻ, വിയർ കോമൻ. അതായത് വി കം എന്ന് പറയുന്ന സെന്റൻസ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വിയർ കോമൻ, വിയർ കോമൻ. ഓക്കെ. ഇനി ഇയർ എന്നുള്ള സബ്ജക്റ്റ്, അതായത് യു ഗൈസ്, നിങ്ങൾ എന്ന് പറയുന്ന പ്ലൂറൽ ആയിട്ടുള്ളത് വരുന്ന സമയത്തും ടി ആണ് എൻഡിങ് വരിക. അതായത് ഇയർ കോംറ്റ്, ഇയർ കോംറ്റ്. ഇതിന്റെ അർത്ഥം എന്ത് വരും, നിങ്ങൾ വരുന്നത് എന്നുള്ള അർത്ഥം വരും. ഇനി ലാസ്റ്റ് വരുന്ന ക്യാപിറ്റൽ സി സ്മോൾ ലെറ്റർ സി, ഇതിന്റെ രണ്ടിന്റെ കൂടെയും എൻഡിങ് വരുന്നത് EN തന്നെയാണ്. ഓക്കെ. അതായത്
യു എന്നുള്ള ഫോർമൽ ആയിട്ടുള്ള സി വരുന്ന സമയത്തും ദേ എന്നുള്ള സി വരുന്ന സമയത്തും ഇ എൻ എൻഡിങ് ആണ് കൊടുക്കേണ്ടത്. സോ അപ്പൊ ഫോർ എക്സാമ്പിൾ താങ്കൾ വരുന്നത് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? സി കോമൺ. ഇനി അവർ വരുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? സ്മോൾ ലെറ്റർ സി കോമൺ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇതാണ് കോൺജുഗേഷൻ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ശരിക്കും സെന്റൻസ് ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ സെന്റൻസ് ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് കോൺജുഗേഷൻ അറിയണം. കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റുകൾക്കനുസരിച്ച് വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ മാറും. ഇതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് ഇഷ് ആണ് വരുന്നതെങ്കിൽ വെർബിന്റെ അവസാനത്തെ രണ്ടക്ഷരമായ ഇ എന്ന് മാറി ഇ വരണം. അതാണ് ഇഷ് കൊമെ, ഐ കം എന്നുള്ള അർത്ഥം. ഇനി അങ്ങോട്ട് ബാക്കി ഉള്ളത് വരും, അത് നമ്മൾ പതിയെ പഠിച്ചു തുടങ്ങും. ഇനി ദൂ എന്നുള്ള സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് പറയേണ്ടത് നീ വരുന്നത് എന്നുള്ള തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ദൂ എന്നുള്ള സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ ഇ എന്ന് മാറ്റിയിട്ട് എസ് ടി ചേർക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതാണ് ദൂ കോംസ്റ്റ്. ഇനി എർസിയസ്, അവൻ വരുന്നത് അല്ലെങ്കിൽ അവള് വരുന്നത് അല്ലെങ്കിൽ അത് വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇ എന്ന് മാറ്റിയിട്ട് ടി ചേർക്കുക. വിയർ ആണ് വരുന്നെങ്കിൽ ഇ എന്നിന്റെ പകരം ഇ എൻ തന്നെയാണ്. സോ സെയിം പോലെ എഴുതുക, അതാണ് വിയർ കോമൺ. ഇനി ഇയർ ആണ് വരുന്നെങ്കിൽ ഇ എന്ന് മാറ്റി ടി ചേർക്കുക, അതാണ് ഇയർ കോംറ്റ്. നിങ്ങൾ, അതായത് നിങ്ങളൊക്കെ വരുന്ന ഇന്ത്യയിൽ നിന്നാണ്, നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. ഓക്കെ, പ്ലൂറൽ ആയിട്ട്. ഇനി ക്യാപിറ്റൽ സി, സ്മോൾ ലെറ്റർ സി. താങ്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോർമൽ യുവിന്റെ കൂടെ ഇ എൻ എൻഡിങ് ആണ്. സെയിം പോലെ ദേ എന്നുള്ളതിന്റെ കൂടെയും ഇ എൻ എൻഡിങ് ആണ്. ഇനി നേരത്തെ വന്ന ആ ക്വസ്റ്റ്യൻ, അതായത് ഒരു സെന്റൻസിൽ ജർമ്മനിൽ സി വരുന്ന സമയത്ത് ഇപ്പൊ രണ്ട് സ്മോൾ ലെറ്റർ സി ആണ് ജർമ്മനിലുള്ളത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് താങ്കൾ എന്നുള്ളതാണെന്നുള്ളത്. നേരെ മറിച്ച് രണ്ട് സ്മോൾ ലെറ്റർ സി വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ഇത് ദേ ആണോ ഷീ ആണോ? നിങ്ങൾ എത്ര നോക്കിയാൽ മതി, വെർബിന്റെ എൻഡിങ്. വെർബിന്റെ എൻഡിങ് ടി ആണെങ്കിൽ അതിന്റെ അർത്ഥം ഷീ കംസ് എന്നായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെന്റൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സി കോംറ്റ് ഡാഷ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട്, ഈ സി എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഷീ എന്ന് പറയുന്ന സി ആണോ, അല്ലെങ്കിൽ ദേ എന്ന് പറയുന്ന സി ആണോ, അല്ലെങ്കിൽ നമ്മളുടെ യു താങ്കൾ എന്ന് പറയുന്ന യു ആണോ എന്നുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വെർബിന്റെ എൻഡിങ് നോക്കുക. ഇവിടെ വെർബിന്റെ എൻഡിങ് വന്നത് ടി ആണ്. സോ ഈ സിയുടെ കൂടെ എൻഡിങ് ടി അല്ല, അതായത് ഇത് താങ്കൾ വരുന്നു എന്നുള്ള സി അല്ല. അതേപോലെ ദേ എന്നുള്ള സീന്റെ കൂടെ എൻഡിങ്ങും ഇ എൻ ആണ്. ഇവിടെ വന്ന് ടി ആണ്, അതായത് ഇതാണ് വരുന്നത്. സോ ഷീ കംസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെർബിന്റെ എൻഡിങ്ങും സിറ്റുവേഷനും നോക്കിയിട്ടാണ് നിങ്ങൾ സബ്ജക്റ്റ് ഏത് സി ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ആൻസറും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പറ്റും. സോ ജർമ്മൻ ലാംഗ്വേജിൽ സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത് അറിയേണ്ടതാണ് വെർബ് എന്ത്, അതുപോലെ കോൺജുഗേഷൻ എന്ത്. കാരണം ഈ സബ്ജക്റ്റും വെർബും എന്താണെന്ന് അറിഞ്ഞെങ്കിലേ കോൺജുഗേഷന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അതല്ലാതെ നിങ്ങൾ എന്താണ് സബ്ജക്റ്റ് എന്താണ് വെർബ് എന്നറിയാതെ ഈ കോൺജുഗേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്, എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, കോൺജുഗേഷൻ എന്താന്നുള്ളത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുക. ജർമ്മൻ ലാംഗ്വേജിൽ വെർബ്സ് ഒക്കെ മോസ്റ്റ്ലി എൻഡ് ചെയ്യുന്നത് ഇ എൻ എന്ന് പറയുന്ന എൻഡിങ്ങിലായിരിക്കും. അത് എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റ് വരുന്ന സമയത്തും നമ്മൾ അതിന്റെ എൻഡിങ് മാറ്റി കൊടുക്കണം. ഇഷ് വരുന്ന സമയത്ത് ഇ ചേർക്കണം, ദു വരുന്ന സമയത്ത് എസ് ടി ചേർക്കണം, എർസിയസ് വരുന്ന സമയത്ത് ടി ചേർക്കണം. ഈ ഒരു ടേബിൾ ആണ് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് വെർബ് വരികയാണെങ്കിലും ഈസി ആയിട്ട് ജർമ്മനിൽ കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വോണൻ എന്നുള്ള ഒരു വെർബാണ് നെക്സ്റ്റ് വരുന്നതെന്ന് വിചാരിക്കുക. വോണൻ അതായത് ടു ലീവ്, താമസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലായി ഇ എന്നിൽ അവസാനിക്കുമ്പോൾ വെർബാണ് എന്നുള്ളത്. സോ ഇത് ഐ ലീവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഇ എന്നെ മാറ്റി ഈ ചേർത്ത് കൊടുക്കുക. അതായത് ഇഷ് എന്നുള്ള ഇതിന്റെ കൂടെ വരുമ്പോൾ ഇവിടെ വരുന്നത് ഇഷ് വോണെ എന്നായിരിക്കും. ദൂവിന്റെ കൂടെ വരുന്ന സമയത്ത് ദു വോൺസ്റ്റ്, അതായത് ഇ എന്നെ മാറ്റി എസ് ടി ചേർത്തു. എർസിയസിന്റെ കൂടെ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, വോണ്ട് എന്നായിരിക്കും വരുന്നത്. അതുപോലെ വിയറിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ വോണൻ, WHNEN. ഇനി ഇയറിന്റെ കൂടെ ആണെങ്കിൽ വോണ്ട്, നിങ്ങൾ താമസിക്കുന്നത്. ലാസ്റ്റ് വരുന്ന രണ്ട് സിയുടെ കൂടെ ആണെങ്കിൽ വോണൻ. അപ്പോൾ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിൽ വരുന്ന റെഗുലർ വെർബ്സിന്റെ കോൺജുഗേഷൻ ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്.
ഓരോ സബ്ജക്റ്റ് വരുമ്പോഴും വെർബിന്റെ എൻഡിങ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തത്. അപ്പൊ കോൺജുഗേഷൻ എന്ന് പറയുന്നത് സെന്റൻസ് ഫോർമേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം, വെർബ് എന്താണെന്ന് അറിയണം, കോൺജുഗേഷൻ എന്താണെന്ന് അറിയണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്, എങ്ങനെയാണ് വെർബ് കോൺജുഗേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 2 വെർബുകളുടെ എക്സാമ്പിൾസ് കണ്ടു, എങ്ങനെയാണ് അത് കോൺജുഗേറ്റ് ചെയ്യുക എന്നുള്ളത്. എസ്പെഷ്യലി കോമൺ, അതുപോലെ വോണൻ, ടു ലീവ്, അതുപോലെ ടു കം എന്നൊക്കെ പറയുന്ന വെർബിന്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് എത്രയോ വെർബുകൾ അതിൽ വരുന്നുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എത്രയോ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വെർബ് പഠിക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡും ഇതാണ്. അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികളുടെ വെർബ് ഫസ്റ്റ് പഠിച്ചു തുടങ്ങാം. ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നത്, അപ്പം എഴുന്നേൽക്കുക എന്നുള്ള വെർബിന് എന്ത് പറയും? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ യൂസ് ചെയ്യുക എന്നുള്ളതിന് എന്ത് പറയും? അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികളുടെ ജർമ്മൻ പഠിക്കാനും പിറ്റേ ദിവസം മുതൽ, അതായത് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കെ കഴിക്കുക എന്നുള്ളതിന് ഞാൻ പഠിച്ചത് എസൻ എന്നുള്ള വെർബായിരുന്നു, അതിൻ്റെ കോൺജുഗേഷൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് കോൺജുഗേഷൻ ഈസി ആക്കാൻ. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, അതായത് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കുക, ജർമ്മൻ ഭാഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ വെച്ചത്. ആദ്യത്തെ 2 എപ്പിസോഡിൽ നമ്മൾ ഗ്രീറ്റിങ്സ് കാര്യങ്ങളും അതുപോലെ ആൽഫബറ്റ്സ് നമ്പേഴ്സ് എന്നുള്ളതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ഭാഷ എങ്ങനെ ഫോം ചെയ്യണം, സെൻറ്റൻസ് ആയിട്ട് എഴുതണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് പഠിച്ചത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, ഈ സബ്ജക്റ്റ് എവിടെയാണ് വരേണ്ടത് ജർമ്മനിൽ എഴുതുമ്പോൾ, വെർബ് എവിടെ വരണം ജർമ്മനിൽ എഴുതുന്ന സമയത്ത്, പിന്നെ ജർമ്മനിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആണ് കോൺജുഗേഷൻ. അപ്പോൾ എന്താണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരികയാണ്. ഞങ്ങൾ താഴെ നിങ്ങൾക്ക് കുറച്ച് വെർബ്സുകൾ, അതായത് ജർമ്മൻ ഭാഷയിൽ വരുന്ന കുറച്ച് വെർബുകൾ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം കോൺജുഗേഷൻ, നിങ്ങൾ സബ്ജക്റ്റും വെർബും എങ്ങനെയാണ് വരിക, അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പിൻ ചെയ്യണം. അതിൽ നിങ്ങൾ മെയിൻലി എന്ത് ചെയ്യുക, ഓരോ വെർബ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ളത് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾ പഠിക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന വെർബുകളാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ നാളെ ഞാനത് ചെയ്യുന്ന സമയത്ത് അത് ഈ വെർബ് ആയിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ സീരീസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺജുഗേഷൻ എന്നുള്ള ജർമ്മൻ ലാംഗ്വേജിലെ ടോപ്പിക് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നത് ഗേഹൻ എന്ന് പറയുന്ന ഒരു വെർബ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ടു ഗോ, പോവുക എന്ന് പറയുന്ന ഒരു വെർബാണ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഓക്കെ ഗേഹൻ ആണ് വെർബ്, ഇയനിൽ അവസാനിക്കുന്നു. നിങ്ങൾ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇഷിന്റെ കൂടെ ഗേഹെ, ദൂവിന്റെ കൂടെ ഗേഹൻ എന്നുള്ളതിന് ഇയൻ മാറ്റി എസ്റ്റ് ചേർക്കുന്നു. സോ ദു ഗേസ്റ്റ്. RCSന്റെ കൂടെ ഗേൻ വരുന്ന സമയത്ത് ഇ എൻ മാറ്റി ടി ചേർക്കുന്നു. സോ ഗേറ്റ്. അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അവിടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ വെർബുകളാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിന്റെ കോൺജുഗേഷൻ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ സബ്ജക്റ്റും വെർബും വെച്ചിട്ടാണ് നിങ്ങൾ സെന്റൻസ് ഫോർമേഷൻ, അതായത് ഒരു സെന്റൻസ് ഫോർമേഷന്റെ ആദ്യത്തെ 2 ഘടകങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. ഇപ്പൊ സബ്ജക്റ്റും വെർബും അല്ലാതെ ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ഐ കം എന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഐ ലീവ് എന്നേ പഠിച്ചിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് എങ്ങനെ സെന്റൻസ് എഴുതാന്നുള്ളതാണ് നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ പഠിക്കാൻ പോവുക. അപ്പൊ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ച കോൺജുഗേഷൻ വെച്ചിട്ടും സബ്ജക്റ്റും വെർബൊക്കെ വെച്ചിട്ട് ഇനി ഫർദർ ആയിട്ട് ജർമ്മനിൽ എഴുതുക എന്നുള്ളത് നിങ്ങൾ അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. സോ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക. അതുപോലെ നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് റിവിഷൻ ചെയ്യുക. അസൈൻമെന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.